നാട്ടിൻപുറത്തെ പുരാതനമായ ഒരു തറവാട്. അവിടെ പിശുക്കനായ ഒരു കാരണവർ ഉണ്ടായിരുന്നു. ഒരിക്കൽ സൂത്രശാലിയായ ഒരടിയാൻ കാരണവരെ കാണാൻ വന്നു. അമിത വിനയം നടിച്ച് അവൻ കാരണവരോട് താഴ്മയായി നിന്ന് പറഞ്ഞു, പൊന്നൊടയതേ, ഇവിടത്തെ ഓട്ടുരുളി തന്നാൽ ഉപകാരാർന്നു. ഇളയ കിടാത്തിയുടെ കല്യാണ നിശ്ചയ. അവന്റെ ആദരവും ഒച്ച താഴ്ത്തിയുള്ള ചോദ്യവും കാരണവർക്ക് നന്നേ പിടിച്ചു. കാരണവർ ഓട്ടുരുളി അവന് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും തറവാട്ടുമുറ്റത്ത് വന്നു നിന്നു. ഉരുളി താഴ്ത്തി വെച്ചു. കയ്യിലിരുന്ന കുഞ്ഞുരുളിയും അതിനോട് ചേർത്ത് വെച്ചു. ഇതെന്താടാ ഈ ചെറിയ പാത്രം? പൊന്നൊടയതേ, ഇതിന്റെ കുട്ടിയാ, കഴിഞ്ഞ ദിവസം ഉണ്ടായതാ. കാരണവർക്ക് അത്ഭുതം തോന്നി. ഇതെന്ത് കഥ? ഉരുളി പ്രസവിക്കുകയോ? ഈ വങ്കൻ അബദ്ധം പിണഞ്ഞത് തന്നെ. വേറെ എവിടുന്നെങ്കിലും കടം വാങ്ങിയ പാത്രമായിരിക്കണം. എന്നാൽ പൊയ്ക്കോളൂ, എല്ലാം വെടിപ്പായി നടന്നില്ലേ? തമ്പ്രാന്റെ കൃപ കൊണ്ട് എല്ലാം നടന്നു. അവൻ പടിഞ്ഞാറേ വഴിയെ നടന്നുപോയി. 1 മാസം കഴിഞ്ഞ് അയാൾ വീണ്ടും കാരണവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പൊന്നൊടയതേ, ഓട്ടുരുളി വേണാർന്നു. കിടാത്തിയുടെ കല്യാണ. കാരണവർ സന്തോഷത്തോടെ ഉരുളി കൊടുത്തു. അയാൾ അതുമായി സ്ഥലം വിട്ടു. 1 മാസം കഴിഞ്ഞിട്ടും ഉരുളി തിരികെ കൊടുത്തില്ല. കാര്യസ്ഥൻ പല തവണ പോയി അന്വേഷിച്ചിട്ടും അയാളെ കണ്ടില്ല. കാരണവർക്ക് കലശലായ ശുണ്ഠി പിടിച്ചു. ഒടുവിൽ പ്രശ്നം കരപ്രമാണിയുടെ മുന്നിലെത്തി. കരപ്രമാണി ആളയച്ച് അയാളെ വരുത്തി. എവിടെടാ ഓട്ടുരുളി? പൊന്നൊടയതേ, അത് ചത്തുപോയേ. വിശദമായി ചോദിച്ചറിഞ്ഞപ്പോൾ കരപ്രമാണിക്ക് ഉള്ളിൽ ചിരി പൊട്ടി. ഇവൻ ഓട്ടുരുളിയുടെ കൂടെ ചെറിയ പാത്രം കൊണ്ടുവന്നപ്പോ വാങ്ങിച്ചു വെച്ചാർന്നോ? കരപ്രമാണി കാരണവരോട് ചോദിച്ചു. ഉവ്വ്, അതിന്റെ കുട്ടിയാന്നാ ഇവൻ പറഞ്ഞേ. കുട്ടിയുണ്ടാവണമെങ്കിൽ പ്രസവിക്കണം. പ്രസവിക്കുന്നത് ചാവുകയും ചെയ്യും. കാരണവർ പറ്റിയ അബദ്ധമോർത്ത് തല താഴ്ത്തി തറവാട്ടിലേക്ക് നടന്നു.